ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ് പറയാൻ പോകുന്നത്. സോ അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിന് നോട്ട് സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ സീറോ ആകുന്ന മെട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാകത്തുള്ളൂ. ആദ്യം തന്നെ ഒരു മെട്രിക്സിന് എന്താണ് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഇൻവേഴ്സ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്തറിഞ്ഞാൽ പറ്റും? ആ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ആ മെട്രിക്സ് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ ആകുന്ന മെട്രിക്സ് ആയിരിക്കണം. ഓക്കെ, സോ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഓൾറെഡി നമുക്ക് എന്തറിയാം? സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം. ഓക്കെ, സോ ഓക്കെ നോക്കാം. For a square matrix A, if there exists a square matrix B such that AB is equal to BA equal to I, then B is said to be inverse of A or reciprocal of A. Inverse of A is denoted by A inverse. So A എന്ന മെട്രിക്സിന് ഇൻവേഴ്സ് എ എന്ന മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് പറഞ്ഞു. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഒരു സ്ക്വയർ മെട്രിക്സ് എന്താണ്? ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ എന്നൊരു മെട്രിക്സ് സെറ്റ് ഉണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വേറെ സ്ക്വയർ മെട്രിക്സ് നമുക്ക് ബി കണ്ടുപിടിക്കാൻ പറ്റി. എ ബി ഇസ് ഈക്വൽ ടു ഐ ഈക്വൽ ടു ബി എ അങ്ങനെ കണ്ടുപിടിക്കാം. അങ്ങനെ ആകുന്ന ഒരു ബി കണ്ടുപിടിക്കാൻ പറ്റി. അതായത് എ ബി ഇസ് ഈക്വൽ ടു ഐ ഈക്വൽ ടു ബി എ ആകുന്ന ഒരു ബി കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ ആ ബി ആണ് നമ്മുടെ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് വേറൊരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റി. അത് എങ്ങനെയാകുന്ന രീതിയിൽ എ ബി is equal to എ ഇൻറ്റു ആ മെട്രിക്സ് is equal to ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈക്വൽ ടു ബി ഇൻറ്റു എ is equal to ഐഡൻറ്റിറ്റി മെട്രിക്സ്. സോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ബി ഈക്വൽ ടു അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞിട്ടുണ്ട് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഇഫ് എ ഈസ് ഇൻവേർട്ടിബിൾ. ഓക്കെ, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? എ ഇൻവേർട്ടിബിൾ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ. എ ഇൻവേർട്ടിബിൾ ആകുക എന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആകുമ്പോഴാണ് മാത്രമേ ഉള്ളൂ. ഓക്കെ, താഴെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്സ്. ഫോർ എ ഗിവൺ മെട്രിക്സ് എ ദർ എക്സിസ്റ്റ് ഇൻവേഴ്സ് ഓൺലി ഇഫ് എ സ്ക്വയർ മെട്രിക്സ് രണ്ടെന്താ? എ നോൺ സിംഗുലർ. എ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം, നോൺ സിംഗുലർ ആയിരിക്കണം. ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം, സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഒരു മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് വെച്ചാൽ 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ആണ്. 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സോ എന്താണ്? 1 ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ അറിയാം, അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? സോ എന്താണ്? ഒരു മെട്രിക്സ് എന്ന് കഴിഞ്ഞാൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അങ്ങനെയാണ് 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു adjoint of A. 1 determinant of A into adjoint of A. Okay, 1 determinant of A into adjoint of A. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കണം. 1 determinant of A into adjoint of A ആണ് എ ഇൻവേഴ്സ് എടുക്കാനുള്ള ഫോർമുല. ഇനി എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നപ്പോഴാണ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ. അത് നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ എന്താണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യൂ. ഇൻവേഴ്സിന്റെ ഡെഫിനേഷൻ എന്താണ്? എ എന്നതിൽ ഒട്ടിച്ച് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ്? മെട്രിക്സ് ബി സച്ച് ദാറ്റ് എ ബി is equal to I equal to ബി ആണ്. ഓക്കെ, ശരി, ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം, നോക്കാം. സോ എന്താണ്? ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എ. സോ അതിന് വേണ്ടിയിട്ട് എന്ത് എടുക്കണം? ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കണം. അത് സീറോ ആണോ അല്ലയോ നോക്കണം. സോ എന്താണ്? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എങ്ങനെയാണ്? 3 ഇൻറ്റു ആദ്യത്തെ റോയും ആദ്യത്തെ കോളവും ക്യാൻസലാക്കി എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനന്റ് അല്ലേ? 3 ഇൻറ്റു ആദ്യത്തെ റോയും ആദ്യത്തെ കോളവും ക്യാൻസലാക്കാൻ നമുക്ക് എന്ത് കിട്ടും? -3 1 1 2 അല്ലേ? 3 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് -3 1 1 2 മൈനസ് 5 ഇൻറ്റു 2 1 1 2. അത് -5 ഇൻറ്റു എന്താണ്? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ക്യാൻസലാക്കി ഡിറ്റർമിനന്റ്. സോ എന്താണ്? 2 1 1 2 അതിൻ്റെ ഡിറ്റർമിനന്റ് പ്ലസ് 7 ഇൻറ്റു ഫസ്റ്റ് റോയും തേർഡ് കോളം ക്യാൻസലാക്കി അതിൻ്റെ ഡിറ്റർമിനന്റ്. സോ എന്താണ്? 2 -3 1 1 അല്ലേ? സോ എന്താണ്? 3 ഇൻറ്റു -3 1 ഇൻറ്റു എന്താണ്? 3 ഇൻറ്റു -3 1 1 2 അതിൻ്റെ ഡിറ്റർമിനന്റ് എന്താ? 3 ഇൻറ്റു -6 -1 -5 ഇൻറ്റു 2 ഇൻറ്റു 1 2 1 1 2ൻ്റെ ഡിറ്റർമിനന്റ് എന്താണ്?
5 minus 5 into 2 into 2, 4 minus 1 is equal to 3 അല്ലേ, പ്ലസ് 7 into 2 minus 3 1 is equal to എന്താണ് 7 into 2 minus 3. ഓക്കെ, സോ എന്താണ് 3 into minus 7 minus 5 into 3 plus 7 into 5 is equal to 30 minus 21 minus 15 plus 35 is equal to 30 minus 36 plus 35 is equal to minus 1. സോ എന്താണ് ഡിറ്റർമിനന്റ് എന്താണ് നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഇനി എന്താണ് നെക്സ്റ്റ് എന്താണ് അഡ്ജോയിന്റ് കണ്ടുപിടിക്കുക അല്ലേ. സോ 1 by ഡിറ്റർമിനന്റ് ഓഫ് എ അഡ്ജോയിന്റ് ഓഫ് എ ആണ് നമ്മുടെ ഡിറ്റർമിനന്റ്. സോ എന്താണ് അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കുക. സോ അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ വേണ്ടി കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കുക. സോ എന്താണ് കോഫാക്ടർ മെട്രിക്സ് എന്താണ് ആൽഫ 1 1 is equal to -1 the whole square into എന്താണ് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ക്യാൻസലാക്കി ബാക്കി എന്താണ് -3 1 1 2 അല്ലേ, -3 1 1 2 -3 1 1 2. ഇനി സെക്കൻഡ് എന്താണ് ആൽഫ 1 2 is equal to -1 the whole cube into ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ക്യാൻസലാക്കുക. ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും 2 1 1 2 അല്ലേ, ഡിറ്റർമിനന്റ് ഓഫ് 2 1 1 2. ആൽഫ 1 3 is equal to എന്താണ് -1 the whole raised to 4 into എന്താണ് ഫസ്റ്റ് റോയും തേർഡ് കോളം ക്യാൻസലാക്കുക. സോ കിട്ടും 2 -3 1 1. ഓക്കെ, 2 -3 1 1. ഇനി ആൽഫ 2 1 എന്താണ് -1 the whole cube into ഫസ്റ്റ് റോ 2 1 അല്ലേ. സോ എന്താണ് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം ക്യാൻസലാക്കുക. സോ എന്ത് കിട്ടി 5 7 1 2 അല്ലേ. ഇനി ആൽഫ 2 2 സിക്കൾ എന്താണ് -1 the whole raised to 4 into സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ക്യാൻസലാക്കുക. സോ എന്ത് കിട്ടി സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ക്യാൻസൽ കഴിഞ്ഞാൽ 3 7 1 2. ഓക്കെ, അതിൻ്റെ ഡിറ്റർമിനന്റ്. ഓക്കെ, ഇനി ആൽഫ 2 3 എന്താണ് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തേർഡ് കോളം ക്യാൻസലാക്കുക. സോ എന്താണ് സെക്കൻഡ് റോയും തേർഡ് കോളം ക്യാൻസലാക്കുക. സോ എന്താണ് 3 5 2 1 1. ഓക്കെ, 3 5 1 1. ഇനി ആൽഫ 3 1 എന്താണ് തേർഡ് റോയും ഫസ്റ്റ് കോളം ക്യാൻസലാക്കുക. സോ -1 raised to 4 into 5 7 -3 1. ഓക്കെ, 5 7 -3 1. ഓക്കെ, ഇനി ആൽഫ 3 2 എന്താണ് തേർഡ് റോയും സെക്കൻഡ് കോളം ക്യാൻസലാക്കുക. സോ എന്താണ് -1 raised to 5 into ഡിറ്റർമിനന്റ് ഓഫ് 3 7 2 1. ഡിറ്റർമിനന്റ് ഓഫ് 3 7 2 1. ഓക്കെ, കാരണം എന്താണ് തേർഡ് റോയും സെക്കൻഡ് കോളം ക്യാൻസലാക്കുക 3 7 1 2. ഓക്കെ, എന്താണ് ആൽഫ 3 3 സിക്കൾ എന്താണ് -1 raised to 6 into എന്താണ് തേർഡ് റോ തേർഡ് കോളം ക്യാൻസലാക്കുക. സോ എന്താണ് തേർഡ് റോ തേർഡ് കോളം ക്യാൻസൽ ആക്കി നമുക്ക് കിട്ടും 3 5 2 -3. ഓക്കെ, സോ എന്താണ് ഇതിൻ്റെ വാല്യൂ എടുക്കുക. ആൽഫ 1 1 സിക്കൾ നമുക്ക് എന്താണ് കിട്ടുക -1 the whole square into ഡിറ്റർമിനന്റ് ഓഫ് -3 1 1 2 സിക്കൾ 30 -1 the whole square 1 ആയി. സോ എന്താണ് +1 ഇൻറ്റു എന്താണ് -6 -1 സിക്കൾ എന്താണ് -7. സോ എന്താണ് അടുത്ത എന്താണ് -1 the whole cube സിക്കൾ മൈനസ് ആണ്, മൈനസ് ഓഫ് എന്താണ് 4 -1 സിക്കൾ എന്താണ് -3. ഓക്കെ, അടുത്ത ടൈം എന്താണ് പ്ലസ് ആണ്. സോ എന്താണ് 2 -3 സിക്കൾ ടു 5. ഓക്കെ, അടുത്ത ടൈം എന്താണ് -1 the whole cube ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് 5 7 1 2 എന്താണ് അപ്പോൾ 5 into 10 ഡിവൈഡ് 10 -7 സിക്കൾ ടു എന്താണ് 5 into 2 10 -7 സിക്കൾ ടു എന്താണ് -3. സോ എന്താണ് ആൽഫ 2 2 എന്താണ് എന്താണ് പ്ലസ് ആയി. സോ എന്താണ് 3 into 2 6 -7 സിക്കൾ ടു എന്താണ് -1. സോ എന്താണ് ആൽഫ 2 3 സിക്കൾ ടു എന്താണ് -1 raised to 5 into ഡിറ്റർമിനന്റ് ഓഫ് 3 5 1 1 സിക്കൾ ടു എന്താണ് -3 -5 സിക്കൾ ടു എന്താണ് 2. ഓക്കെ, സോ എന്താണ് ആൽഫ 3 1 സിക്കൾ ടു എന്താണ് -1 raised to 4 പോസിറ്റീവ് ആണ്. സോ 5 7 -3 1 സിക്കൾ എന്താണ് 5 -21. സോ 5 -21 സിക്കൾ എന്താണ് 26 30. ഓക്കെ, ആൽഫ 3 2 സിക്കൾ ടു എന്താണ് -1 raised to 5 into ഡിറ്റർമിനന്റ് ഓഫ് 3 7 2 1 സിക്കൾ എന്താണ് -3 -14 സിക്കൾ എന്താണ് 11. സോ ആൽഫ 3 3 സിക്കൾ എന്താണ് -1 raised to 6 into 3 5 2 -3 സിക്കൾ എന്താണ് -9 -10 സിക്കൾ എന്താണ് -90. ഓക്കെ, സോ എന്താണ് നമുക്ക് ഇത് കിട്ടി കോഫാക്ടർ മെട്രിക്സ് കിട്ടി. സോ എന്താണ് കോഫാക്ടർ മെട്രിക്സ് വെച്ചാൽ എന്താണ് 7 -3 5 -3 1 2 26 11 -19 ആണ്. സോ എന്താണ് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു ഞാൻ അഡ്ജോയിന്റ് ഓഫ് എ സിക്കൾ ടു ആ മെട്രിക്സിന് ട്രാൻസ്പോസ് എടുത്തു. സോ എന്താണ് 7 -3 5 എന്ന് പറയുന്നത് ഫസ്റ്റ് കോളമായി മാറും, -3 1 2 എന്ന് പറയുന്നത് സെക്കൻഡ് കോളമായി മാറും, 26 11 -10 എന്നത് തേർഡ് കോളമായി മാറും. ഓക്കെ, ട്രാൻസ്പോസ് എടുത്തതാണ്. സോ അഡ്ജോയിന്റ് കണ്ടുപിടിച്ചു. സോ എന്താണ് 1 by ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ആണ് നമ്മുടെ ഇൻവേഴ്സ്. സോ എന്താണ് 1 by ഡിറ്റർമിനന്റ് ഓഫ് എന്താണ് 1 by -1 ഇൻറ്റു എന്താണ് 1 by -1 ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ എഴുതി 7 -3 26 -3 -1 11
5 2 minus 19 which is equal to നമുക്ക് എന്ത് കിട്ടി? കാരണം -1 1 by -1 -1 ആണ്. സോ -1 കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്താണ് അല്ലേ, -1 കൊണ്ട് എല്ലാ സ്ഥലത്തും മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്ത് കിട്ടും? ആദ്യത്തെ ടേം -7 ആണ് കേട്ടോ. ആദ്യത്തെ ടേം എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ആദ്യത്തെ ടേം ഇവിടെ 1 by -1 ഇൻറ്റു -7 -3 26 എന്നാണ് വേണ്ടത്. എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. -7 -3 26 -3 -1 11 5 2 -19 എന്നാണ് വേണ്ടത്. ഓക്കെ, സോ എന്തായി മാറും? ആദ്യത്തെ ടേം 1 by -1 കൊണ്ട് എല്ലാ സ്ഥലത്തും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 3 -26 3 1 -11 -5 -2 19. ഓക്കെ, സോ എന്ത് കിട്ടി? എ ഇൻവേഴ്സ് കിട്ടി. ഇതാണ് ഇപ്പോൾ നമ്മുടെ എ ഇൻവേഴ്സ്. ഇനി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? ഇത് എ ഇൻറ്റു ഈ മെട്രിക്സ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആണോ, ഇത് ഇൻറ്റു എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആണോ നോക്കുക. അത്രയേ ഉള്ളൂ. സംശയം വന്നാൽ ഇത്ര നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ തെറ്റില്ല. ഇതാണ് നമ്മുടെ സെറ്റ്. നിങ്ങൾക്ക് സംശയം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സമയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. അത് എയും ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഐഡൻറ്റിറ്റി കിട്ടുന്നോ നോക്കുക. അതുപോലെ തന്നെ ഇതും തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഐഡൻറ്റിറ്റി കിട്ടുന്നോ നോക്കുക. ഓക്കെ, അടുത്ത പ്രോബ്ലം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എന്താണ് 4 2 -3 1. ഫസ്റ്റ് തന്നെ ഡിറ്റർമിനൻ്റ് എടുക്കുക. ഡിറ്റർമിനൻ്റ് എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 4 × 1 4 - -3 × 6 -6 ഈക്വൽ 10 ആണ്. ഡിറ്റർമിനൻ്റ് 10 ആണ്. സോ എന്താണ് ഡിറ്റർമിനൻ്റ് 10 ആയതുകൊണ്ട് തന്നെ എന്താണ് നോൺ സിംഗുലർ മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സ് ആണ്. സോ എന്താണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ എന്താണ് ഇനി ആ കോഫാക്ടർ മെത്തേഡ് കണ്ടുപിടിക്കുക. സോ എന്താണ് ആൽഫ 1 is equal to -1 the whole square into 1 is equal to എന്താണ് 1. സോ ആൽഫ 1 2 is equal to എന്താണ് -1 the whole cube മൈനസ് എന്താണ് -3. സോ എന്താണ് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ക്യാൻസൽ ആക്കി അല്ലേ. സോ എന്താണ് -3. സോ എന്താണ് -3 × -6 is equal to 3. ആൽഫ 2 ആണ് എന്താണ് -1 the whole cube ഇൻറ്റു സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം ക്യാൻസൽ ആക്കി. ഓക്കെ, സോ എന്താണ് 2. സോ എന്താണ് -2. സോ എന്താണ് ആൽഫ 2 എന്താണ് -1 the whole raised to 4 × 4 is equal to എന്താണ് +4 അല്ലേ. സോ അഡ്ജോയിൻ്റ് ഓഫ് എ is equal to 1 എന്താണ് 1 അഡ്ജോയിൻ്റ് ഓഫ് എന്താണ് 1 3 -2 4 ട്രാൻസ്പോസ്. സോ എന്താണ് 1 -3 1 -2 3 4. സോ 1 -2 2 4 3 4 ട്രാൻസ്പോസ് എടുത്തു. സോ എന്താണ് അഡ്ജോയിൻ്റ് ഓഫ് കണ്ടുപിടിച്ചു. സോ എന്താണ് എ ഇൻവേഴ്സ് ഈക്വൽ എന്താണ് അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. സോ എന്താണ് 1/10 ഇൻറ്റു എന്താണ് അഡ്ജോയിൻ്റ് ഓഫ് എ 1 -2 3 4 ഈക്വൽ എന്താണ് 1/10 കൊണ്ട് എല്ലാ സ്ഥലത്തും മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്താണ് 1/10 -2/10 3/10 4/10 അല്ലേ. 1/10 കൊണ്ട് എല്ലാ സ്ഥലത്തും മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. 1 × 1/10 1/10 -2 × 1/10 -2/10 3 × 1/10 3/10 4 × 1/10 4/10. സോ എന്ത് കിട്ടി? എൻവേഴ്സ് കണ്ടുപിടിച്ച്. എൻ്റെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എയും ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അത് ഈക്വൽ ടു ഐഡൻറ്റിറ്റി കിട്ടുമെന്ന് നോക്കുക. ഈക്വൽ ടു ഐഡൻറ്റിറ്റി കിട്ടുമെന്ന് നോക്കുക. അതുപോലെ തന്നെ ഇതും എയും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. തിരിച്ചും മൾട്ടിപ്ലൈ അത് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആണോ ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ആണോ എന്ന് നോക്കുക. അങ്ങനെയാണ് കിട്ടുക. കാരണം നമ്മളങ്ങനെ മെട്രിക്സ് എ ഇൻവേഴ്സ് ഇൻറ്റഗ്രലിൻ്റെ ഫോർമുല ഇതാണ്. സോ മിസ്റ്റേക്ക് വരുത്തില്ല, ഉറപ്പ് വരുത്തിക്കാൻ വേണ്ടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ എന്താണ് പഠിക്കുക, ഇങ്ങനെയാണ് നമ്മുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എല്ലാവരും പഠിച്ചല്ലോ. 1/determinant of a into adjoint of a. സോ 1/determinant of a into adjoint of a. ഡിറ്റർമിനൻ്റ് ഓഫ് കണ്ടുപിടിക്കാൻ അറിയാം, അഡ്ജോയിൻ്റ് ഓഫ് കണ്ടുപിടിക്കാൻ അറിയാം. സോ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അറിയാം. പിന്നെ സ്ക്വയർ മെട്രിക്സിനും നോൺ സിംഗുലർ മെട്രിക്സിനും സ്ക്വയർ മെട്രിക്സ് ആയ നോൺ സിംഗുലർ മെട്രിക്സിന് മാത്രമേ നമുക്ക് ഡിറ്റർമിനൻ്റ് ഉണ്ടായുള്ളൂ. അതായത് സ്ക്വയർ മെട്രിക്സ് ആയ നോൺ സിംഗുലർ മെട്രിക്സിന് മാത്രമേ എന്താണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ വേറൊരു ഡെഫിനിഷൻ കൂടിയുണ്ട്. എന്താണ് ഓർത്തോഗണൽ ഡെഫിനിഷൻ. എ സ്ക്വയർ മെട്രിക്സ് എ is said to be orthogonal if the product of its transpose is a unit matrix. ഓക്കെ, അതായത് എന്താണ് ഒരു സ്ക്വയർ മെട്രിക്സ് എന്താണ് ഓർത്തോഗണൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? എ ഇൻറ്റു അതിൻ്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി കിട്ടണം. അതുപോലെ തന്നെ എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി കിട്ടണം. ഇത്രയേ ഉള്ളൂ. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി കിട്ടുവാണെങ്കിൽ എന്ത് പറയും? ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, സോ എ ട്രാൻസ്പോസ് എന്താണ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റും? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് പറയും. എയുടെ ഇൻവേഴ്സ് ആണ് എ ട്രാൻസ്പോസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ എയുടെ ഇൻവേഴ്സ് ആണ് എ ട്രാൻസ്പോസ് അല്ലേ. ഒരു സ്ക്വയർ മെട്രിക്സ് ഓർത്തോഗണൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എന്ന് പറയണം. ഓക്കെ, എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എന്ന് പറയണം. ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ എന്താണ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം പറഞ്ഞതാണ്. അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്ലിയർ ആയിട്ട് പറയാം.
ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.